താരസംഘടനയിലെ തർക്കത്തിൽ നടൻ ടിനി ടോമിനെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നടി അൻസിബ ഹസൻ. ടിനി ടോം സാമൂഹിക വിപത്താണെന്ന് അൻസിബ തുറന്നടിച്ചു. നടി ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കുമെതിരെ മാനസിക പീഡനത്തിന് നൽകിയ പരാതിയിൽ പോലീസ് അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം അൻസിബയുടെ പരാതിയിൽ നടി ലക്ഷ്മിപ്രിയയോട് നാളെ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. താരസംഘടനയായ അമ്മയിലെ തർക്കം ഓരോ ദിവസവും രൂക്ഷമാവുകയാണ്. സംഘടന വിട്ട് കലഹം പോലീസ് സ്റ്റേഷനിലെത്തി. അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, ഹിൽ പാലസ് SI രേഷ്മ എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ തൃക്കാക്കര ACP ഹൻസിബയുടെ മൊഴി രേഖപ്പെടുത്തി. രണ്ടുപേരും ചേർന്ന് വ്യാജ പരാതിയുടെ മറവിൽ തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആക്ഷേപം. നടൻ ടിനി ടോമിനെതിരെയും അൻസിബ തുറന്നടിച്ചു. അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാൽ പിന്നെ എങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. അമ്മയിലെ ചില സാമ്പത്തിക ഇടപാടുകൾ ചോദ്യം ചെയ്തതാണ് ഒറ്റതിരിഞ്ഞുള്ള ആക്രമണത്തിന് കാരണമെന്ന് അൻസിബ ആരോപിച്ചു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. പരാതി പരിഗണിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് തൃക്കാക്കര ACP R മനോജ് കുമാർ പറഞ്ഞു. നടി ലക്ഷ്മിപ്രിയയെ വിളിച്ചു വരുത്തി നാളെ മൊഴിയെടുക്കും. അൻസിബ ഹസന് ചില മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പരാതിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ലക്ഷ്മിപ്രിയയുടെ മൊഴി ഞങ്ങൾ നാളെ രേഖപ്പെടുത്തുന്നുണ്ട്. ആരോപണ വിധേയമായിട്ടുള്ള വനിതാ സെല്ലിലത്തെ SI രേഷ്മയുടെ മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു നിഗമനത്തിൽ എത്തും. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതി ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാമെന്ന നിലപാടിലാണ് പ്രസിഡന്റ് ശ്വേത മേനോൻ. അതിനിടെ അൻസിബ ഹസനെതിരെ റിലീസിനൊരുങ്ങുന്ന പോലീസ് ഡേ എന്ന ചിത്രത്തിന്റെ സംവിധായകനും രംഗത്തെത്തി. ടിനി ടോമിനെ കരിവാരിത്തേക്കാൻ അമ്മയിൽ തന്നെ ഗൂഢാലോചന നടക്കുന്നുവെന്നും സംഘടനയിലെ തർക്കത്തിൽ ജാതി കാർഡ് ഇറക്കിയത് ശരിയായില്ലെന്നും സന്തോഷ് മോഹൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ടിനി ടോം ചിത്രീകരണത്തിന് എത്തും മുമ്പ് സെറ്റിൽ നടന്ന കാര്യങ്ങൾ നടനെതിരെ തന്നെ തിരിച്ചുവിടാൻ മറ്റാരോ ശ്രമിച്ചെന്നാണ് ആരോപണം. ടിനി ടോമും അൻസിബയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് പോലീസ് ഡേ. താരസംഘടന അമ്മയിലെ അംഗങ്ങൾ രണ്ട് ചേരിയായി തിരിഞ്ഞ് തർക്കം തുടരുകയാണ്. ടിനി ടോമിനെ സഹായിക്കാൻ ഒരു വിഭാഗം മുന്നിട്ടിറങ്ങിയപ്പോൾ നടി അൻസിബയ്ക്ക് പിന്തുണയുമായി മറ്റൊരു വിഭാഗം രംഗത്തുണ്ട്. പരാതികൾ കൂടുതൽ പോലീസ് സ്റ്റേഷനിലേക്കും എത്തുകയാണ്. ഇനി എന്താകും? കാത്തിരുന്ന് കാണാം. ഷഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.